കനത്ത ചൂടിൽ നിന്നും വിളകളെ സംരക്ഷിക്കാൻ പെടാപ്പാടുപെട്ട് കർഷകർ. മഴ വിട്ടുനിൽക്കുന്നതിനാൽ കൃഷി ഇറക്കിയ ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ വിളകൾ സംരക്ഷിക്കാൻ കർഷകർ വെള്ളം പമ്പ് ചെയ്യുകയാണ്. വൻ തുകയാണ് ഇതിനായി കർഷകർ ചെലവഴിക്കുന്നത്. വേനൽ മഴ വിട്ടുനിൽക്കുന്നതിനാൽ കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്ത കർഷകരാണ് ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. മഴയെ പ്രതീക്ഷിച്ച് വിളയിറക്കിയ കർഷകർ ഇപ്പോൾ വിളകൾ വെന്തുപോകാതിരിക്കാൻ പെടാപ്പാടാണ് പെടുന്നത്. വറ്റിവരണ്ട തോടുകളിൽ കുഴിയുണ്ടാക്കി ഇതിൽ നിന്നും ഊറി വരുന്ന വെള്ളം പമ്പ് ചെയ്താണ് കൃഷി സംരക്ഷിക്കുന്നത്. ജനുവരി 1 പച്ചക്കറി നടുന്നതാണ് ചേന. അതൊരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് മഴ കിട്ടി മുളച്ച് നല്ല ഇല വിരിയേണ്ട സമയമാണ്. ഇപ്പോഴത്തേക്കും നമ്മൾക്ക് ഈ സമയത്ത് നമ്മൾക്ക് വളം കൊടുക്കേണ്ട ഒരു സമയമാണ്. ഇതിനിപ്പോൾ ആഗസ്റ്റിൽ പറിക്കേണ്ട ചേനയാണ്. ആഗസ്റ്റിൽ പറിക്കാൻ പറ്റില്ല, കാരണം ആഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് മുളച്ച് വരുള്ളൂ. പിന്നെ വെള്ളം കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഈ ഇതിൽ ചെറിയൊരു നീരുറവ ജനുവരിക്കൊക്കെ നല്ല വെള്ളം ഉണ്ടാവുന്നതാണ് ഈ പുഴയിൽ. ഈ പ്രാവശ്യം എൻ്റെ ഒന്നും ഓർമ്മയിൽ ഇതുപോലെ ഇങ്ങനെ ഒരു വരൾച്ച വന്നിട്ടില്ല. ചേന, ചേമ്പ്, കാച്ചിൽ ഉൾപ്പെടെയുള്ള വിളകൾ മാസങ്ങൾക്ക് മുൻപേ കൃഷി ഇറക്കേണ്ടതായിരുന്നു. എന്നാൽ മഴ ലഭിക്കാതായതോടെ ഇതെല്ലാം നീണ്ടുപോവുകയാണ്. ചുരുക്കം ചില കർഷകർ മഴയെ പ്രതീക്ഷിച്ച് വിളയിറക്കുകയും ചെയ്തു. ഈ കൃഷി സംരക്ഷിക്കാനാണ് കർഷകർ വൻ തുക ചെലവഴിച്ച് വെള്ളം പമ്പ് ചെയ്ത് കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്നത്. പലരും ഡീസൽ മോട്ടോറാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കർഷകർക്ക് വരുത്തിവെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ബത്തേരി.